എന്തൊക്കെ പുകലുകളാണ് ചില ഇടത് മാധ്യമ കേന്ദ്രങ്ങളും ഇടത് സർക്കാരും ചേർന്ന് കേരളത്തിന്റെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്? ഒന്നിനും ഒരടിസ്ഥാനവുമില്ലെന്നും എല്ലാം വ്യാജമാണെന്നും ഓരോ തവണയും തെളിയുന്നു. തൃശൂരിൽ നിന്നും ജയിച്ചു വന്ന കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ലെന്നിതാ വ്യക്തമാക്കി കൊടുക്കുന്നു ഒരിക്കൽ കൂടി സുരേഷ് ഗോപി. തന്നെ വളഞ്ഞുവെച്ച മാധ്യമപ്രവർത്തകരുടെ അപമാനപ്പെടുത്തലിൽ നിന്നും ഒഴിഞ്ഞു മാറിയ സുരേഷ് ഗോപി അവരെ മർദ്ദിച്ചു എന്നായിരുന്നു ചില മാധ്യമപ്രവർത്തകർ കൂട്ടം ചേർന്ന് പ്രേരിപ്പിച്ചത്. അത് കേട്ട് പരാതി നൽകിയത് ഒരു കോൺഗ്രസ് നേതാവും. ഇപ്പോഴിതാ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ ഒരു വകുപ്പുമില്ലെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയെ പോലീസ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും അന്വേഷണം നടത്തിയ പോലീസിന് വ്യക്തമായി. മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്ത് തൃശൂർ രാമനിലയത്തിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാണ് തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. ഇതിനൊടുവിലാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തുവെന്നാണ് സുരേഷ് ഗോപിക്കെതിരായി നൽകിയ പരാതി. രാമനിലയത്തിൽ നിന്നും പുറത്തിറങ്ങവേ മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ വളയുകയായിരുന്നു. തന്റെ വഴി മുടക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി വാഹനത്തിൽ കയറിയതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. നേരത്തെ കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ കേന്ദ്രമന്ത്രിയെ വഴിതടഞ്ഞ് അനാവശ്യമായി ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതി ചില പ്രത്യേക വാർത്താ ചാനൽ റിപ്പോർട്ടർമാർ തുടർന്നു വരികയായിരുന്നു. അവിടെയൊക്കെ കേന്ദ്രമന്ത്രി പ്രതികരിച്ചത് ജനങ്ങൾ തെരഞ്ഞെടുത്ത BJP MP എന്ന നിലയ്ക്ക് തന്നെയാണ്. സുരേഷ് ഗോപി MP ആയത് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത ചില കമ്മ്യൂണിസ്റ്റ് മാധ്യമപ്രവർത്തക കേന്ദ്രങ്ങൾ ഇന്നും കേരളത്തിൽ സജീവമായുണ്ട്. അവരാണ് മറ്റ് മാധ്യമപ്രവർത്തകരെ മുതലെടുത്ത് ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത്. ഒടുവിൽ ഇതുകൊണ്ടൊന്നും സുരേഷ് ഗോപിയെ തളർത്താനാകില്ലെന്ന് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. കേസന്വേഷിച്ച പോലീസിന്റെ നിഗമനം അതുതന്നെയാണ്. എത്ര ചോദ്യചരങ്ങൾ കൊണ്ട് മൂടിയാലും തന്നെ ഒരിക്കലും തളർത്താൻ സാധിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് സുരേഷ് ഗോപിയും ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്.